ഹായ്, ഇന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് ഞാനിവിടെ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത്ര ദിവസം എന്ത് ബ്രേക്ക്ഫാസ്റ്റാണ് കഴിച്ചതെന്നല്ലേ? നല്ലതായിട്ട് ഇഡലി, ദോശ, പുട്ട്, പഴം, പാലപ്പം, സ്റ്റൂ അങ്ങനെയുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് കഴിച്ചിരുന്നത്. ഇത് നമ്മൾ പോർഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് വെയിറ്റ് ഗെയിൻ ആവുന്നത്. അപ്പോൾ ഇനി തൊട്ട് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നറൊക്കെയാണ് കഴിക്കാൻ പോകുന്നത്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അവക്കാഡോ ടോസ്റ്റാണ്. അവക്കാഡോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഈ വീഡിയോ മുഴുവൻ പറഞ്ഞാലും തീരത്തില്ല. അതിനേക്കാൾ അപ്പുറമുണ്ട് ഹെൽത്ത് ബെനിഫിറ്റ്സ്. അതിൽ ഹെൽത്തി ഫാറ്റ് അടങ്ങിയിട്ടുണ്ട്, ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ്, ന്യൂട്രിയൻസ് എല്ലാം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ഫൈബർ റിച്ച് ആണ്. അത് കഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് സമയം നമുക്ക് വിശക്കാതിരിക്കുകയും ചെയ്യും. മാത്രമല്ല നല്ല ഗ്ലോയിങ് സ്കിന്ന് കിട്ടുന്നതിന്, ഹെയർ ഹെൽത്തിന്, ഓവറോൾ ഹെൽത്തിന്, ഹാർട്ട് ഹെൽത്തിനൊക്കെ വളരെ നല്ലതാണ്. അവക്കാഡോ എപ്പോഴും ഒന്നും അവൈലബിൾ അല്ല. കിട്ടുമ്പോൾ നമുക്കിത് വാങ്ങിയിട്ട് ഇതേപോലെ ടോസ്റ്റ് ഉണ്ടാക്കിയോ സാലഡ് ഉണ്ടാക്കിയോ ഒക്കെ കഴിക്കാം. അപ്പോൾ ഞാൻ എങ്ങനെയാണ് അവക്കാഡോ ടോസ്റ്റ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. ഇതിനായിട്ട് നമുക്ക് നല്ല ടോസ്റ്റ് ചെയ്ത ബ്രെഡ് ഞാൻ എടുത്തിട്ടുണ്ട്. കൂടെ തന്നെ നല്ല പഴുത്ത അവക്കാഡോ വേണം എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് നെക്കി നോക്കുമ്പോൾ നെങ്ങുന്നതായിട്ട് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെയുള്ള അവക്കാഡോ എടുത്തിട്ട് അത് നന്നായിട്ട് ഫോർക്ക് കൊണ്ട് സ്മാഷ് ചെയ്യണം. നല്ലതായിട്ട് സ്മാഷ് ചെയ്തിട്ട് ഇതിനകത്തൊരു സവാള, കുറച്ച് തക്കാളി, കുറച്ച് മല്ലിയില, കുറച്ച് ഉപ്പ്, കുറച്ച് കുരുമുളക് പൊടി, ഒരു പച്ചമുളക്, എരി ആവശ്യമെങ്കിലും മതി. ഞാനിവിടെ കാണിച്ചിട്ടില്ല, പക്ഷേ പച്ചമുളക് ആഡ് ചെയ്യുമ്പോൾ നല്ല ഇടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. പച്ചമുളക്, നാരങ്ങ നീര്, നല്ല വൈറ്റമിൻ സി ഒക്കെ ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. നാരങ്ങ നീര് ആഡ് ചെയ്യാൻ മറക്കല്ല്. ഇതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട്, മല്ലിയില, ഇതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ ബ്രെഡിൻ്റെ അകത്ത് വെച്ചിട്ട് നമുക്കിത് കഴിക്കാം. ഇതിന് കൂടെ 2 എഗ് വൈറ്റ്സും ഒരു ഓൾ എഗ്ഗും കൊണ്ടുള്ള ഓംലെറ്റും കൂടെ വെച്ച് കഴിക്കുവാണെങ്കിൽ നമുക്ക് പ്രോട്ടീനായി, കാർബ്സായി, ഫാറ്റായി എല്ലാം കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ ബാലൻസ്ഡ് മീൽ കഴിക്കാൻ ശ്രദ്ധിക്കണം. അങ്ങനെ കഴിക്കുമ്പോൾ നമുക്ക് എളുപ്പം വിശന്നിട്ട് ഒരുപാട് വലിച്ചു വാരി കഴിക്കത്തില്ല. നമ്മൾ പോർഷൻ കൺട്രോൾ ചെയ്ത് കഴിക്കാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ അവക്കാഡോ ടോസ്റ്റ് ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ.